ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ളിത്തൊലി കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക് വേണ്ടി ഒരു വളം ഉണ്ടാക്കാം. അത് 3 തരത്തിൽ ഉണ്ടാക്കുന്നത് ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ വളം ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ചെടികൾക്ക് ഏത് പൂക്കാത്ത ചെടിയും പൂക്കാനും ശോഷിച്ച് വളരുന്ന ചെടികൾ നല്ല പുഷ്ടിയോടെ വളരാനും ഒക്കെയുള്ള ഒരു വളമാണിത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് ഏതാണെന്ന് നോക്കാം. ഇതായത് നമ്മളിങ്ങനെ ഉള്ളിത്തൊലി എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക, ഒരു കവറിൽ എന്തെങ്കിലും ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു പിടി ആവുന്ന സമയത്ത് നമുക്ക് എടുക്കാം. ഈ ഒരു പിടി കണക്കിലാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളിത്തൊലി, ഇതിപ്പോൾ സവാളയുടെ തൊലിയാണ്. നമുക്ക് ഏത് ഉള്ളിയുടെ, വെളുത്തുള്ളിയുടെ, ചെറിയ ഉള്ളിയുടെ ഒക്കെ തൊലി എടുക്കാം. ഇനി ഇങ്ങനെ ഒരു ജാറ്, അടപ്പ് നല്ല മുറുക്കമുള്ള ഒരു ജാറ്, എങ്ങനത്തെ വേണമെങ്കിലും, ട്രാൻസ്പെറൻ്റ് ആവണമെന്നൊന്നുമില്ല. ഒരു ജാറിൽ ആ ഒരു പിടി ഇട്ട് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കണം. ഇതൊരു 1 ലിറ്റർ കൊള്ളുന്ന ഒരു ജാറാണ്. ആ 1 ലിറ്ററിൻ്റെ കണക്കിൽ, ഒരു പിടിക്ക് 1 ലിറ്റർ എന്ന കണക്കിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നെകക്കെ വെള്ളം ഒഴിക്കുക. പിന്നെ ഉള്ളിത്തൊലിയിൽ പൊട്ടാസ്യത്തിനും കാൽസ്യത്തിനും പുറമെ ധാരാളം സിങ്കും കോപ്പറും അടങ്ങിയിട്ടുണ്ട്. അതും നമ്മുടെ ചെടിക്ക് നല്ല യൂസ്ഫുള്ളാണ്. ചെടികൾ പൂക്കാനും ഒക്കെ നല്ലതാണ്. ഇത് നമുക്ക് അടച്ച് നന്നായി കുലുക്കിയതിന് ശേഷം എടുത്തു വയ്ക്കാം. ഇത് കുറച്ചിങ്ങനെ അഴുകി തുടങ്ങും. 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമുക്കിത് സാധാരണ 5 ദിവസമോ 7 ദിവസമോ ഒക്കെ വയ്ക്കാം. ഞാൻ സാധാരണ 3 ദിവസമേ വയ്ക്കാറുള്ളൂ. അധികം വയ്ക്കുമ്പോൾ ഒരു സ്മെല്ല് വരാറുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ 2ാമത്തെ ദിവസം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ അഴുകിയതായിട്ട് കാണാൻ പറ്റും. വീണ്ടും കുലുക്കിയിട്ട് അടച്ചു വയ്ക്കുക. 3ാമത്തെ ദിവസം നമുക്കിത് തുറന്ന് അരിച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 3ാമത്തെ ദിവസമായിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ കുലുക്കിയിട്ട് അരിച്ചെടുക്കാൻ പോവാണ്. ഒരു പാത്രത്തിലൊരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്കിത് അരിക്കാം. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിത്തൊലി ആകെ ചീഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടൻസൊക്കെ ആ വെള്ളത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ ഡയറക്റ്റായിട്ട് ചെടിയുടെ അടിയിൽ ഉള്ളിത്തൊലി ഇടുകയാണെങ്കിൽ ചീഞ്ഞു പോകാനും ചെടിയുടെ വേര് അഴുകി പോകാനും നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും പറ്റും. ഇനി ഇത് 1 കപ്പ് കോൺസെൻട്രേറ്റഡ് ആയത് ഒഴിച്ചിട്ട് അതിൽ 4 കപ്പ് ഇതേപോലെ അളവിൽ വെള്ളം ഒഴിക്കുക. അങ്ങനെ 1:5 എന്നുള്ള റേഷ്യോ ആക്കി എടുക്കണം. നമ്മൾ ഡയറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്ക് 2ാമത്തെ മെത്തേഡ് നോക്കാം. ലിക്വിഡ് ഫെർട്ടിലൈസർ 2 തരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വളമാണ്. അതായത് നമ്മൾ ഉള്ളിത്തൊലി ഒരു പിടി എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്, കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ ഒരു വളം കിട്ടും. അടച്ചു വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഇപ്പോൾ തുറന്നു നോക്കാം. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അതെ, മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ചായയുടെ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കുകയാണ്. ആദ്യത്തെ ലിക്വിഡ് ഫെർട്ടിലൈസർ ചെയ്ത പോലെ തന്നെ അതേ മെത്തേഡ് തന്നെ അരിച്ചെടുക്കുന്നു. പിന്നെ 4 ഇരട്ടി വെള്ളം ചേർക്കുന്നു. പിന്നെ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വൈകുന്നേര സമയങ്ങളിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് വെയിലുള്ളപ്പോഴൊന്നും ഒഴിക്കരുത്. പിന്നെ ഇതിന് ശേഷം വെള്ളം ഒഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ ഡയല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നതുകൊണ്ട് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. ഇനി 3ാമത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിത്തൊലി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഉള്ളിത്തൊലി ഒറ്റയ്ക്ക് ചെടിക്കടിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ചതിൻ്റെ കൂടെയും ചായപ്പൊടി ഉണക്കിയതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊരു ജാറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഉണങ്ങിയ ഉള്ളിത്തൊലി മാത്രമേ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാം.
ആവശ്യത്തിന് എടുത്ത് ചെടിക്കടിയിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ചെടിയിൽ ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. ചെടിയുടെ വേരിൻ്റെ അടുത്ത് ഒരിക്കലും ഇടരുത്, വിട്ടിട്ട് വേണം. മേൽമണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ സ്പൂണിലോ എന്തെങ്കിലും എടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മണ്ണ് വീണ്ടും ഇളക്കി കൊടുക്കണം. ഈ വളം നമുക്ക് 10 ദിവസമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 3-4 ദിവസത്തിനിടയ്ക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. എത്ര പൂക്കാത്ത ചെടിയാണെങ്കിലും പൂക്കാൻ ഈ ഒരു ട്രിക്ക് മതി കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന 3 മെത്തേഡ്സാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പൂക്കൾ കൊണ്ട് നിങ്ങളുടെ ഗാർഡനും നിറയട്ടെ. ഇത് പൂവുള്ള ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇലച്ചെടികൾക്കും നല്ല മനോഹരമായിട്ട് വളരാൻ വേണ്ടി, തിക്കായിട്ട് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു വളമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.